കോഴിക്കോട് തോടന്നൂരാണ് മരം കടപുഴകി വീണ് വൈദ്യുതി ലൈനിലൂടെ വീണ് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചത്. വളരെ ദാരുണമായൊരു സംഭവം എന്ന് തന്നെ പറയണം. ഈ വീട്ടിലായിരുന്നു സംഭവം നടന്നത്. ഈ മരമാണ് വൈദ്യുതി പോസ്റ്റിന് മുകളിലൂടെ മറഞ്ഞു വീണത്. വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് കറണ്ട് കമ്പി പോകുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഇന്ന് രാത്രിയിൽ ഈ പ്രദേശത്ത് വലിയ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റിലാണ് ഈ മരം നിലം പൊത്തിയത്. അതിന് താഴത്തുകൂടെയായിരുന്നു നിലം പൊത്തിയപ്പോൾ കറണ്ട് കമ്പി പോയിരുന്നത്. മരിച്ച ഉഷയുടെ വീടിന് എതിർവശത്തായി മറ്റൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിലേക്കുള്ള ലൈനാണ് മറിഞ്ഞു വീണത്. രാവിലെ ഏതാണ്ട് ഒരു 6:30 കൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ എണീറ്റ് മുറ്റമടിക്കാനായി ഉമ്മറത്തേക്ക് വന്നതായിരുന്നു ഉഷ. മരം വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പോയി നോക്കിയതാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലൈനിൽ തട്ടി അവർക്ക് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഭർത്താവ് നാട്ടുകാരെയൊക്കെ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വടകര ജില്ലാ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. പോകുന്നതിനിടയിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റും മഴയുണ്ടായിരുന്നു. അങ്ങനെയാണ് മരം വീണിട്ടുള്ളത്. രാവിലെ പിന്നെ അവർ എഴുന്നേറ്റ് വന്നതാണ്. അബദ്ധത്തിൽ ലൈനിൽ തൊട്ടിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഭർത്താവ് വന്ന് നോക്കുമ്പോൾ ഇവിടെ വീണ് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയം തന്നെ ഒരു 6:28 ആയിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ KSEB വിളിച്ചറിയിക്കുകയും അവർ ഫോൾഡർ ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭർത്താവ് വന്ന് നിലവിളിച്ചപ്പോൾ പരിസരവാസികൾ വന്നിട്ടാണ് ലൈനും വന്ന് മാറ്റിയിട്ടുള്ളത്. ഈ മരം ഏതെങ്കിലും അപകട ഭീഷണി ഉണ്ടായിരുന്ന മരമല്ലാണോ? ചെരിഞ്ഞു കിടക്കുമോ? ഇല്ല. ഒരു അപകട ഭീഷണിയുള്ള മരമല്ല. നല്ല മരം തന്നെയാണ്. അപകട ഭീഷണിയൊന്നുമില്ല. ഉഷയും ഭർത്താവിൻ്റെ അമ്മയും 2 മക്കളുമുള്ള കുടുംബമാണിത്. രാവിലെ 6:00 കൂടിയാണ് ഒരു അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാറായില്ല. പിന്നീട് KSEB വിവരം അറിയിക്കുകയായിരുന്നു. KSEB ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. ഇപ്പോൾ ഈ വീണ് കിടക്കുന്ന മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ നടക്കുകയാണ്. വീടിനോട് ചേർന്ന് തന്നെയാണ് പൊതുവഴിയിലേക്ക് വീണ് കിടക്കുന്ന നിലയിലാണ് ഈ ഒരു മരമുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ ഇതിന് സമാനമായ രീതിയിൽ വൈദ്യുതിയേറ്റ് ഷോക്കേറ്റ് സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വീട്ടിലേക്ക് മരം മറിഞ്ഞു വീണ് അതിൽ തൊട്ടപ്പോൾ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. കൊയിലാണ്ടി സ്വദേശിയാണ് ഇത്തരത്തിൽ മരിച്ചത്. ഏതായാലും ഉഷയുടെ മൃതദേഹം ആദ്യം കൊണ്ടുപോയത് വടകര ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ ദാരുണം എന്ന് തന്നെ പറയണം. 53 വയസ്സാണ് ഉഷയ്ക്ക് പ്രായം. രാവിലെ മുറ്റമടിക്കാനായി ഇറങ്ങിയതായിരുന്നു. വളരെ ദാരുണമായൊരു അപകടമാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. യെസ്, ഇപ്പോൾ അഞ്ജന സുകുമാരൻ അവിടെ തന്നെ ഉണ്ട്. അഞ്ജന, ഇപ്പോൾ ആ മരം പൂർണ്ണമായും മുറിച്ച് നീക്കിക്കഴിഞ്ഞു. മരം വീണു എന്നുള്ളത് ഒരു പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിയാൽ ലൈൻ ഓഫാക്കുക എന്ന കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ദാരുണമായ അപകടം ഒഴിവാക്കാമായിരുന്നു. എന്താണ് KSEB അധികൃതർ സ്ഥലത്തെത്തിയോ? ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് തോടന്നൂർ അപകടം നടന്ന സംഭവ സ്ഥലത്താണ്. തോടന്നൂർ സ്വദേശി ഉഷയാണ് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ഈ കാണുന്ന മരം കടപുഴകി വീണ് വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. ഇത് ഉഷയുടെ വീടിന് എതിർവശത്തുള്ള പറമ്പാണ്, റോഡിന് സമീപത്തുള്ളത്. ഈ വൈദ്യുത പോസ്റ്റിൽ നിന്നും കമ്പി പോകുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്ത് നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. ഇന്നലെ ഈ പ്രദേശത്ത് വലിയ കാറ്റും മഴയും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 2 മണിയോടെ ആയിരിക്കണം ഈ മരം കടപുഴകി വീണതെന്നാണ് പറയുന്നത്. ആ കമ്പിയിൽ നിന്നും ഇപ്പുറത്തേക്ക് എതിർവശത്തേക്ക് മറ്റൊരു പോസ്റ്റ് പോകുന്നുണ്ട്. അത് ഉഷയുടെ വീടിന് കുറുകെയാണ് പോകുന്നത്. ആ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ഈ മരം വീണത്. അതിന് തൊട്ടതിന് ശേഷമാണ് ഉഷയ്ക്ക് ഷോക്കേറ്റത്. ഏതാണ്ട് 6:30 കൂടിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. രാത്രിയിൽ മരം വീണ ശബ്ദം കേട്ടിരുന്നെങ്കിലും ആരും പുറത്തിറങ്ങി നോക്കിയിരുന്നില്ല. രാവിലെ വീട്ടിൽ എണീറ്റ് മുറ്റമടിക്കാൻ ഒക്കെയായി ഉഷ എണീറ്റതായിരുന്നു. അപ്പോഴാണ് ഈ മരം വീണത്. നേരത്തെ ശബ്ദം കേട്ടതും മറ്റൊക്കെ ഓർമ്മയിൽ വന്നതും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. ഈ ഒരു ടോർച്ചും അതുപോലെ കണ്ണടയും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് വെള്ളക്കെട്ട് കൂടി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഇതിന് കുറുകെയായിരുന്നു ഈ ഒരു ലൈൻ കമ്പി പൊട്ടിയത്. അതിൽ തൊട്ടാണ് ഉഷയ്ക്ക് വൈദ്യുതാഘാതമേറ്റത്. ആദ്യം ഉഷ ഇവിടെ വീണ് കിടക്കുകയായിരുന്നു. ഭർത്താവാണ് ഉഷയെ കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം വടകര ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ദാരുണമെന്ന് തന്നെ പറയണം. നേരത്തെ
യാതൊരു തരത്തിലുള്ള അഞ്ജന അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യായിരുന്നു. വളരെ ദാരുണമായ സംഭവമാണ്. ഉഷ എന്ന സ്ത്രീയാണ് ഈ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ മരിച്ചു.